ഈ കാണുന്നത് ഒരാളുടെ കാലിൽ നിന്നെടുത്ത 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും വരുന്ന മരക്കഷ്ണങ്ങളാണ്. ഈ ഡോക്ടർ അജിത് കുമാറാണ് ഇത് പുറത്തെടുത്തത്. ഇതിൽ എന്താ അത്ഭുതം എന്ന് ചോദിക്കാൻ വരട്ടെ. അടുത്ത കാലത്ത്, അതായത് പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത്, മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിൽ ചികിത്സാ പിഴവുകളുടെ പരമ്പര തന്നെ ഉണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗത്തിലെ ഉപകരണങ്ങളുടെ ക്ഷാമം വകുപ്പ് മേധാവി ഡോക്ടർ CH ഹാരിസ് ചൂണ്ടിക്കാട്ടിയത് വലിയ കോളിളക്കവും ഉണ്ടാക്കി. ഇതോടെ മെഡിക്കൽ കോളേജുകൾ മാത്രമല്ല, സകല സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാരെയും പലരും താഴ്ത്തിക്കെട്ടുന്ന സ്ഥിതിയും ഉണ്ടായി. ചികിത്സിക്കാൻ പോലും അറിയാത്തവരാണ് താലൂക്ക് ജില്ലാ ആശുപത്രികളിൽ ഉള്ളവരെന്ന് പലരും വിധി എഴുതി. മിക്കയിടത്തും പഴയതുപോലെ ഇപ്പോൾ രോഗികൾ പോകാതെയുമായി. പക്ഷേ ഇപ്പോഴും ജില്ലാ താലൂക്ക് ആശുപത്രികളിൽ മികച്ച ഡോക്ടർമാർ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ ഒരു സംഭവം. മെഡിക്കൽ കോളേജിലെ ഒരു ചികിത്സാ പിഴവ് തന്നെയാണ് ഇവിടെയും വിഷയം. പക്ഷേ അതിലൊരു ട്വിസ്റ്റ് ഉള്ളത്, ആ പിഴവ് കണ്ടെത്തി പരിഹരിച്ചത് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ VS അജിത് കുമാറാണ്. ഈ ഒരു സംഭവം ചുരുക്കി പറയാം. മാർച്ച് 21-ന് മരത്തിൽ നിന്ന് വീണ് ഇടതുകാലിൽ പരിക്കേറ്റതിനെ തുടർന്നാണ് മരം വെട്ട് തൊഴിലാളി ഭരതന്നൂർ കരിങ്കട മഹേഷ് ഭവനിൽ 57-കാരൻ V മധു പാങ്ങോട്ടെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സ തേടിയത്. ആദ്യം എടുത്ത എക്സ്റേയിൽ തന്നെ 2 കല്ല് തെളിഞ്ഞിരുന്നു. 12ഓളം തുന്നലിട്ടു. 3 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം 24-ാം തീയതി വീടിനടുത്തുള്ള ആശുപത്രിയിലെത്തി ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡ്രസ്സിംഗ് ചെയ്യണമെന്ന് നിർദ്ദേശിച്ച് ഈ രോഗിയെ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു. ഭരതന്നൂരിലെ നെല്ലിക്കുന്ന് സർക്കാർ ആശുപത്രിയിൽ 1 മാസത്തിലധികം ഇദ്ദേഹം ഡ്രസ്സിംഗ് ചെയ്തു. പക്ഷേ ഈ ഡ്രസ്സിംഗ് ചെയ്തത് അഴിക്കുമ്പോഴെല്ലാം മുറിവിൽ നിന്ന് പഴുപ്പ് പുറത്തു വരും. തുടർന്നാണ് ഡ്രസ്സിംഗ് ചെയ്യുന്നതിനിടെ ഓർത്തോയിൽ കാണിക്കാൻ അവിടുത്തെ ഡോക്ടർ നിർദ്ദേശിച്ചത്. കഴിഞ്ഞ 14-ന് നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെത്തി അസ്ഥിരോഗ വിദഗ്ധനായ ഡോക്ടർ VS അജിത് കുമാറിനെ കണ്ടു. തുടർന്നാണ് ശസ്ത്രക്രിയ നടത്താമെന്ന് അറിയിച്ച് ഇന്നലെ ശസ്ത്രക്രിയ നടത്തിയത്. ഡോക്ടർ അജിത് കുമാറിനൊപ്പം ഡോക്ടർ BA ഫിറോസ്, ഡോക്ടർ നിതിൻ ശരൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത്. അപ്പോഴാണ് 5 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും വരുന്ന മരക്കഷ്ണങ്ങൾ മധുവിന്റെ കാലിൽ നിന്ന് കിട്ടിയത്. അതായത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് തുന്നലിട്ട് വിട്ട രോഗിയുടെ കാലിലെ മുറിവിൽ നിന്ന് 2 മാസത്തിന് ശേഷം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന ശസ്ത്രക്രിയയിൽ മരക്കഷ്ണങ്ങൾ പുറത്തെടുത്തു. ഇത് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവാണെങ്കിൽ കൂടി ഇപ്പോഴും നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ മികച്ച ഡോക്ടർമാരും മികച്ച ചികിത്സയും ലഭിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്ന സംഭവമാണ്. സർക്കാർ ആശുപത്രികളിലെ ഡോക്ടർമാർ നേരാംവണ്ണം ചികിത്സിക്കില്ല എന്ന മുൻവിധി നമുക്കെല്ലാം മാറ്റിവെക്കേണ്ടതുണ്ട്. എന്തായാലും ഈ സംഭവത്തെ കുറിച്ച് മധുവും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും പറയുന്നത് കൂടി ഞാൻ ഈ വീഡിയോക്കൊപ്പം ചേർക്കുകയാണ്. ഈ കഴിഞ്ഞ മാർച്ച് 21-ാം തീയതി ഉണ്ടായ സംഭവമാണ്. ഞാൻ ട്രിവാൻഡ്രം നിൽക്കുമ്പോൾ അച്ഛൻ ഇതുപോലെ മരത്തിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നായിരുന്നു. അവിടെ ഏറെക്കുറെ ഒരു 2 മണിക്കൂറോളം അവര് പണിപ്പെട്ട് ഒരു 3-4 എക്സ്റേ ഒക്കെ എടുത്ത് മുറിവ് വെച്ച് കെട്ടിയിട്ട് തിരിച്ച് പാലോട് ഹോസ്പിറ്റലിലേക്ക് അവിടെ അഡ്മിറ്റ് ചെയ്യാനായിട്ട് പാലോട് ഹോസ്പിറ്റലിലേക്ക്, ഞങ്ങൾ അടുത്ത ഹോസ്പിറ്റൽ അതാണ്. അപ്പൊ അവിടെ 24-ാം തീയതി വരെ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആന്റിബയോട്ടിക്കും അത്യാവശ്യം ഡ്രസ്സിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സൗകര്യം നോക്കിയിട്ട് ഭരതന്നൂർ നെല്ലിക്കുന്ന് ഹോസ്പിറ്റലിലേക്ക് 1-2 ഒരിക്കൽ ഡ്രസ് ചെയ്യാനായിട്ട് അവിടത്തേക്ക് എഴുതിയായിരുന്നു. അപ്പോൾ ഏറെക്കുറെ ഈ 2 മാസത്തോളം ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഈ മുറിവ് ഏകദേശം ഉണങ്ങിയിട്ടും ഈ പഴുപ്പ്, അതിന്റെ ഒരു ചെറിയ ഭാഗത്തുനിന്ന് ഈ പഴുപ്പ് ഇങ്ങനെ ഡ്രസ് ചെയ്യുമ്പോൾ ഡ്രസ് ചെയ്ത ഇത് അഴിക്കാൻ നേരത്ത് ഈ പഴുപ്പ് ഇങ്ങനെ ലീക്ക് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ അവിടുന്ന് ആ ഡോക്ടറെ പറഞ്ഞ് ഓർത്തോയിൽ കാണിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവിടെ നെടുമങ്ങാട് ജില്ലാ ഹോസ്പിറ്റലിൽ ഡോക്ടർ അജിത് കുമാർ സാറിനെ വന്ന് കണ്ടായിരുന്നു. ഓർത്തോയില് സാർ ഇവിടെ ഹെഡാണ് ഓർത്തോയില്. അങ്ങനെ പുള്ളിയാ പറഞ്ഞത്, അഡ്മിറ്റ് ചെയ്ത് 1-2 ദിവസം ആന്റിബയോട്ടിക് എടുത്തിട്ട് പുള്ളിയാ അതിൻ്റെ കൂടെ പറഞ്ഞത് നമുക്ക് എന്തായാലും സർജറി ചെയ്ത് നോക്കാം, ഷുഗറൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് സർജറി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അപ്പം തിങ്കളാഴ്ച ഇന്ന് 25-ാം തീയതി രാവിലെ സർജറിക്ക് കയറ്റുമ്പോൾ ഈ മുറിവിനകത്ത് മരക്കഷ്ണങ്ങൾ ഈ 2 മാസം പുള്ളി ഇത് കൊണ്ട് കിടക്കുമായിരുന്നു. മരക്കഷ്ണങ്ങൾ ഏറെക്കുറെ ഒരു 1.5-2 മണിക്കൂർ ഈ ഓപ്പറേഷൻ ചെയ്ത ശേഷമാണ് ഇതെല്ലാം പുറത്തെടുത്തത്. അത്യാവശ്യം കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് ഈ സർജറി ചെയ്തതെന്നാണ് സാർ എന്നോട് പറഞ്ഞത്. പുള്ളി അജിത് സാറിന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ഫിറോസ്, ഡോക്ടർ ശരൺ, ഡോക്ടർ നിതിൻ
എന്നിവരായിരുന്നു ഒപ്പം ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്ക് എനിക്കിപ്പോൾ ഒരു സമാധാനം എന്ന് പറഞ്ഞാൽ ഷുഗറൊന്നും ഇല്ലാത്തത് നല്ല സമയം, അല്ലെങ്കിൽ 2 മാസത്തിനകത്ത് കാലിൻ്റെ അവസ്ഥ. മെഡിക്കൽ കോളേജിൽ ചെന്ന് എക്സ്റേ 2-3 എക്സ്റേ എടുത്ത് ഇവര് ഏറെക്കുറെ 2 മണിക്കൂറുള്ള 3-4 ഡോക്ടർമാർ അവർ നിന്നാണ് ചെയ്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ വെച്ച് അവർ സ്റ്റിച്ച് ചെയ്ത് വിട്ടു എന്നുള്ളതാണ്. അത്യാവശ്യം വലിയ മുറിവായിരുന്നു. പിന്നെ ഇവിടെ നമ്മുടെ ജില്ലാ ഹോസ്പിറ്റൽ നെടുമങ്ങാടാണ് അത്യാവശ്യം നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. എല്ലാ ഡോക്ടേഴ്സും നല്ല സപ്പോർട്ടായിരുന്നു. അതേകൊണ്ടാണ് ഇപ്പം ഇത് കണ്ടുപിടിക്കാനും നമുക്കിതിന് ശാശ്വതമായിട്ട് ഒരു പരിഹാരം ഉണ്ടാകാനും സാധിച്ചത്.